അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെയും അവിടുത്തെ ബിസിനസ് മേഖലയെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന വലിയൊരു നീക്കത്തിന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തുടക്കമിട്ടിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തൊഴിലിടങ്ങളെ കേന്ദ്രീകരിച്ച് വൻതോതിലുള്ള ഇമിഗ്രേഷൻ റെയ്ഡുകൾ അല്ലെങ്കിൽ വർക്ക് സൈറ്റ് എൻഫോഴ്സ്മെന്റ് ശക്തമാക്കാൻ ട്രംപ് സർക്കാർ ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്ന് കൂട്ടനാടുകടത്തൽ അഥവാ മാസ് ഡീപ്പോർട്ടേഷൻ ആയിരുന്നു. ഇതിന്റെ ഭാഗമായി രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഇനി ഫാക്ടറികളും കൃഷിയിടങ്ങളും മറ്റു തൊഴിൽ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വൻ റെയ്ഡുകൾ നടക്കും. ഒന്നിലധികം ഫെഡറൽ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ നീക്കം. ട്രംപിന്റെ പ്രധാന വോട്ട് ബാങ്കായ കടുത്ത ഇമിഗ്രേഷൻ വിരുദ്ധ അനുകൂലികളെ തൃപ്തിപ്പെടുത്താനാണ് ഈ അടിയന്തര നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും, ആരെയൊക്കെയാണ് ഇത് പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്താണ് പുതിയ പദ്ധതി എന്ന് നോക്കാം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചർച്ചകളിൽ പങ്കാളിയായ 5 പ്രമുഖ ഔദ്യോഗിക വൃത്തങ്ങളാണ് ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് തൊഴിലിടങ്ങളിലെ അറസ്റ്റുകളുടെ എണ്ണം കുത്തനെ കൂട്ടാനാണ് വിവിധ ഫെഡറൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പദ്ധതി പ്രകാരം 2 പ്രധാന തന്ത്രങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് തൊഴിലുടമകളെ ബോധവൽക്കരിക്കുകയാണ്. നിയമവിരുദ്ധമായി ആളുകളെ ജോലിക്ക് വെക്കുന്നതിനെ കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കമ്പനികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകും. അടുത്തത് ക്രിമിനൽ അന്വേഷണങ്ങളും റെയ്ഡുകളുമാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളതോ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതോ ആയ തൊഴിലിടങ്ങളിൽ നേരിട്ട് ചെന്ന് ഇമിഗ്രേഷൻ അറസ്റ്റുകൾ നടത്തുക എന്നതാണ് ഇവിടെ നടക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ ഇമിഗ്രേഷൻ കടുത്ത നിലപാടുകാർ വാദിക്കുന്നത് ഈ തൊഴിലിട റെയ്ഡുകൾ ഇല്ലാതെ ട്രംപിന്റെ വിശാലമായ ഇമിഗ്രേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ല എന്നാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, നിലവിൽ തൊഴിലിടങ്ങളിലെ പരിശോധനകൾ വിചാരിച്ച രീതിയിൽ നടക്കുന്നില്ല. ഇത് ശക്തമാക്കിയില്ലെങ്കിൽ നാടുകടത്തേണ്ട ആളുകളുടെ എണ്ണം ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയില്ല എന്നാണ്. അതായത് വരും ദിവസങ്ങളിൽ US റെയ്ഡുകളുടെ വലിയൊരു പരമ്പര തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ട്രംപ് സർക്കാർ അതിർത്തികളിലെ പരിശോധനയ്ക്ക് അപ്പുറം ഈ തൊഴിലിടങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്ന്. അതിന് കൃത്യമായ രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങളുണ്ട്. അമേരിക്കയിൽ ജീവിക്കുന്ന വലിയൊരു വിഭാഗം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരും അവിടുത്തെ പ്രധാന പ്രാദേശിക ബിസിനസ്സുകളിലാണ് ജോലി ചെയ്യുന്നത്. നിയമനിർമ്മാണ മേഖല, കാർഷിക മേഖല, ഹോട്ടലുകൾ, സർവീസ് ഇൻഡസ്ട്രി എന്നിവിടങ്ങളിലെല്ലാം ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. കുടിയേറ്റ വിരുദ്ധ നിലപാടുകാർ കരുതുന്നത് ഈ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചാൽ മാത്രമേ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരെയും എന്നാൽ രേഖകളില്ലാതെ കഴിയുന്നവരെയുമായ വലിയൊരു വിഭാഗത്തെ പിടികൂടാൻ സാധിക്കൂ എന്ന്. മാത്രമല്ല ഇത് കമ്പനികൾക്ക് മേൽ വലിയ പിഴയും നിയമ നടപടികളും കൊണ്ടുവരും. ജോലി നൽകാൻ ആളുകൾ വിസമ്മതിക്കുമ്പോൾ കുടിയേറ്റക്കാർക്ക് വരുമാനമില്ലാതാവുകയും അവർ സ്വയം രാജ്യം വിട്ടുപോകാൻ നിർബന്ധിതരാകുകയും ചെയ്യും. ഇതാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇമിഗ്രേഷൻ വിദഗ്ധനായ മാർക്ക് ക്രിക്കോറിയൻ വ്യക്തമാക്കുന്നത്, ഇത് ചില തൊഴിലുടമകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. എന്നാൽ വൻതോതിലുള്ള നാടുകടത്തൽ പ്രക്രിയ വിജയിക്കണമെങ്കിൽ ഇത്തരം കർശന നടപടികൾ അനിവാര്യമാണെന്നാണ്. നിലവിലെ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പുതിയ വർക്ക് സൈറ്റ് റെയ്ഡുകൾ പെട്ടെന്നുണ്ടായ ഒന്നല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തങ്ങളുടെ അറസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ICE ഇപ്പോൾ പ്രതിദിനം ശരാശരി 2000 പേരെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ ഉയർന്ന നിരക്കാണ്. വരും മാസങ്ങളിലും ഈ ഉയർന്ന നിരക്ക് നിലനിർത്താനാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ വൈറ്റ് ഹൗസ് വക്താക്കൾ പറയുന്നത് ഇതൊരു പുതിയ പോളിസി അല്ല. നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്താൻ നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവരുടെ വാദം. ഇത്തരം വലിയ ഓപ്പറേഷനുകൾക്കായി മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന ക്രിമിനൽ അന്വേഷണങ്ങൾ ആവശ്യമാണെന്നും അവർ വ്യക്തമാക്കുന്നു. ഈ നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം US-ലെ പല പ്രമുഖ വ്യവസായങ്ങളും പ്രത്യേകിച്ച് കൃഷിയും ഹോട്ടൽ മേഖലയും കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പെട്ടെന്നുള്ള ഇത്തരം റെയ്ഡുകൾ ലേബർ മാർക്കറ്റിൽ വലിയ തൊഴിലാളി ക്ഷാമം ഉണ്ടാക്കും. ഇത് ഉൽപാദന ചെലവ് കൂട്ടാനും വിലക്കയറ്റത്തിനും കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്.
മുൻപ് ട്രംപ് തന്നെ കർഷകരുടെയും ഹോട്ടൽ ഉടമകളുടെയും ആശങ്കകൾ കണക്കിലെടുത്ത് ചില താൽക്കാലിക ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ നീക്കം കൂടുതൽ കർശനമായ പ്ലാനുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ട്രംപ് ഭരണകൂടം തങ്ങളുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ ഒട്ടും പിന്നോട്ടല്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ പുതിയ വർക്ക്സൈറ്റ് റെയ്ഡുകളിലൂടെ നൽകുന്നത്. കുടിയേറ്റക്കാരെ കണ്ടെത്തുക എന്നത് മാത്രമല്ല, അവർക്ക് അഭയം നൽകുന്ന തൊഴിലിടങ്ങളെ പോലും കർശനമായി നിയന്ത്രിക്കാനാണ് US ഫെഡറൽ ഏജൻസികളുടെ നീക്കം. ഇത് വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ സംവാദങ്ങൾക്ക് വഴി തുറക്കും.